നമസ്കാരം. ചോദ്യം ഉത്തരം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചോദ്യം ഉത്തരം പരിപാടിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജശേഖരൻ. സ്വാഗതം ശ്രീ കുമ്മനം രാജശേഖരൻ. നമസ്കാരം. കണ്ണൂരിലെ കൊലപാതകത്തിന് ശേഷം താങ്കളുടെ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ അതാണിപ്പോൾ ഏറ്റവും വിവാദമായിരിക്കുന്നത്. അത് ആധികാരികമായ വീഡിയോ ആണ് എന്ന കാര്യത്തിൽ ഉറച്ച നിലപാടാണ് താങ്കൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ് ആ വീഡിയോയുടെ ആധികാരികത? ഞാൻ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ ഈ വീഡിയോ ക്ലിപ്പിംഗ് കണ്ടപ്പം മുതൽ അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് അന്വേഷണം നടത്തി. അത് നടന്നിട്ടുള്ളതാണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. കണ്ണൂർ പോലീസ് ഒരു SFI നേതാവിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ താങ്കൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് തെളിയിക്കാൻ കഴിയുമെന്ന് ഉറച്ച വിശ്വാസം താങ്കൾ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഒരു വീഡിയോ ക്ലിപ്പിംഗ് തെളിയിക്കാൻ എനിക്കെന്താ സാധിക്കുന്നത്? അത് കണ്ട ആളിനെ വേണം. അത് തെളിയിക്കാതെ അവിടെ നടന്നാണോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അതിൽക്കൂടെ ഞാൻ എന്ത് കുറ്റം ചെയ്തു? ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, ഒരു തെറ്റ് എന്നെനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാനത് അധികാരികളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി അത് ഇട്ടതാണ്. മാത്രമല്ല, മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നു കുമ്മനം രാജശേഖരൻ തെറ്റ് ചെയ്തു, നിയമവിരുദ്ധമാണ് അത് ചെയ്തത് എന്ന് പറയുമ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു വിധിച്ചു കഴിഞ്ഞു ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നുവെന്ന്. അപ്പോൾ അവിടുത്തെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ SI അന്വേഷിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അദ്ദേഹം ഇതിന് വിരുദ്ധമായിട്ട് എഴുതുമോ? അപ്പോൾ മുൻവിധിയോടുകൂടിയാണ് ഈ അന്വേഷണം. അതുകൊണ്ട് എനിക്ക് നീതി കിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. വേണ്ടത്ര ശ്രദ്ധ അക്കാര്യത്തിൽ താങ്കൾ പുലർത്തിയില്ല എന്ന് ചില BJP നേതാക്കൾ തന്നെ അടക്കം പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു വീഴ്ച താങ്കളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു? എനിക്കൊരു വീഴ്ച സംഭവിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള തെറ്റുകൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുകയും അത് തുറന്നു കാണിക്കുകയും ചെയ്യേണ്ടത് എൻ്റെ കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് പ്രത്യേകിച്ച് കണ്ണൂരിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ സംഘർഷം മുറ്റി നിൽക്കുന്ന ഇന്നത്തെ ഈ പശ്ചാത്തലത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത് വിഷയം കുറച്ചുകൂടി കൂടുതൽ കലുഷമാക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അത് തടയാൻ വേണ്ടിയാണ് ഞാനത് ചെയ്തത്. അല്ല, അവിടെയാണ് പ്രശ്നം. താങ്കളെ പോലെ മുതിർന്നൊരു രാഷ്ട്രീയ പ്രവർത്തകൻ, രാഷ്ട്രീയ നേതാവ് യഥാർത്ഥത്തിൽ സംഘർഷത്തിന് വഴിവെക്കാവുന്നൊരു സാഹചര്യം ഉണ്ടാക്കുകയാണ്. കാരണം വെച്ചാൽ ഇത്തരത്തിലുള്ള ആഹ്ലാദ പ്രകടനം നടന്നു എന്ന് താങ്കളൊരു ആ വീഡിയോയുടെ ശരിതെറ്റുകളിലേക്ക് നമുക്ക് പിന്നീട് വരാം. അത്തരത്തിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ വീണ്ടും ആളുകൾക്കിടയിൽ അത്തരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാക്കുകയും അത് വീണ്ടും സംഘർഷത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതിനെന്തിനു വഴിവെച്ചു താങ്കൾ? അല്ല, ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റ് തെറ്റാണ് എന്ന് പറയുകയല്ലേ വേണ്ടത്. അതല്ലേ എൻ്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം. അല്ലേ ഞാനൊരു പൊതുപ്രവർത്തകൻ എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? മാത്രമല്ല, എൻ്റെ ആ ക്ലിപ്പിങ്ങിനെ സാധൂകരിക്കത്തക്ക വിധത്തിൽ ധാരാളം ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരുന്നു. അപ്പോൾ ഇതൊക്കെ ആകാം എന്ന് ചില ആളുകൾ വിചാരിക്കുന്നത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ് എന്ന് കരുതുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർ കണ്ണൂരുണ്ടെന്നല്ലേ അർത്ഥം. CPM നേതാക്കൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പാപ്പിനിശ്ശേരിയിൽ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ അതിനുശേഷം ഒരു ആഹ്ലാദ പ്രകടനമാണ് അവിടെ നടന്നു വന്നത്. നമുക്കിപ്പം പരിശോധിക്കാം. ഏതാണ്ട് 4:50 അടുപ്പിച്ചാണ് ഈ ബിജുവിൻ്റെ കൊലപാതകം നടക്കുന്നത്. അപ്പോൾ തന്നെ സ്ഥിതി വളരെ മോശമായി. പെട്ടെന്ന് ഹർത്താൽ പ്രഖ്യാപനമായി, സംഘർഷം ഭരിതമായ അന്തരീക്ഷം. അതിനിടയിൽ ബാൻഡൊക്കെ സംഘടിപ്പിച്ച് ഒരു ആഹ്ലാദ പ്രകടനം നടത്താൻ സാധ്യമേ അല്ല എന്നാണ് CPM നേതാക്കൾ പറയുന്നത്. അത് അവർ പറയുന്നതല്ലേ. അവർ പറയുന്നത് അങ്ങനെയാണ് എങ്കിൽ പിന്നെ എന്തിനാ അന്വേഷണത്തിന് എടുക്കുന്നത്? താങ്കൾ അങ്ങനെ തെറ്റായൊരു പ്രചാരണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അന്വേഷണം വരുന്നത്. ഞാൻ പറയുന്ന അന്വേഷണം നടത്തേണ്ടത് ഞാൻ പറഞ്ഞത് ശരിയോ ഇല്ലയോ എന്നുള്ളത് നോക്കണ്ടേ. അല്ല, എനിക്കെതിരെ നടപടി സ്വീകരിച്ചിട്ട് 153 വകുപ്പെടുത്ത് എനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയല്ലല്ലോ വേണ്ടത്. മാത്രവുമല്ല, ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്യുന്നു, ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പിന്നെ അതിനെതിരായിട്ട് എന്തെങ്കിലും പറയുമോ? അപ്പം മുൻവിധിയോടുകൂടിയാണല്ലോ അവർ സമീപിക്കുന്നത്. ഞാൻ ചെയ്തത് തെറ്റിരിക്കുന്നു. പക്ഷേ തെറ്റ് ചെയ്ത ആളുകൾ അവരെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? അല്ല, താങ്കൾ എങ്ങനെയാണ് ഇത് തെളിയിക്കാൻ പോകുന്നത്? എന്താണ് ഈ ദൃശ്യത്തിൻ്റെ ആധികാരികത? ആരാണ് താങ്കൾക്ക് ഈ ദൃശ്യം തന്നത്? അന്വേഷണം വരട്ടെ. ഞാൻ ചെയ്ത കാര്യത്തെക്കുറിച്ച് എനിക്ക് 100% ബോധ്യമുള്ളൊരു കാര്യമാണ്. ഞാനത് ബോധ്യം ഉറപ്പിച്ച് തന്നെ ഇപ്പോഴും പറയുന്നു. പക്ഷേ എനിക്കൊരു കാര്യം ബോധ്യമുണ്ട്, എനിക്ക് നീതി ലഭിക്കില്ല. എനിക്കത് ബോധ്യമുള്ളതൊരു കാര്യമാണ്. താങ്കൾ അക്കാര്യത്തിലൊരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. കാരണം വെച്ചാൽ എന്തായാലും ഈ വീഡിയോയുടെ ആധികാരികത ചോദ്യം പെട്ടൊരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന നിയമസഭയിൽ ഇത്തരത്തിൽ ഒരു മുൻകൂർ വിധി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ യഥാർത്ഥത്തിൽ നീതി നിഷേധിക്കപ്പെടാൻ പോകുന്നു താങ്കൾക്ക് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ വീഡിയോയെക്കുറിച്ചും അതിൻ്റെ സത്യസന്ധതയെക്കുറിച്ചും താങ്കൾക്കൊരു സംശയമുണ്ട് എന്നുള്ളത്? സംശയമില്ല. ഞാനത് പറഞ്ഞല്ലോ. എൻ്റെ കാര്യത്തിൽ എൻ്റെ നിലപാടിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷേ അന്വേഷണം നടത്തേണ്ട രീതി ഇതല്ല. മുഖ്യമന്ത്രി പറയേണ്ടിയിരുന്നത് ഇങ്ങനെ ഒരു വീഡിയോ ക്ലിപ്പിംഗ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു, അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് അന്വേഷിക്കും, തെറ്റ് ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് പറയേണ്ടത്. തെറ്റ് ആരാ ചെയ്തതെന്നെങ്ങനെ ഇദ്ദേഹം തീരുമാനിക്കുന്നത്? ഇപ്പോൾ ഈ തെറ്റ് ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയുകയാണ്. പ്രകടനം നടത്തിയൊരു തെറ്റ് ചെയ്തിട്ടില്ലേ? അപ്പോൾ അദ്ദേഹം അങ്ങനെ പ്രകടനം നടത്തിയില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തിക്കൊണ്ടാണ് അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. അങ്ങനെ എന്തിനാ അന്വേഷണത്തിന്? അല്ല, ആ അന്വേഷണം നടക്കട്ടെ എന്ന് താങ്കൾ പറയുന്നു. അങ്ങനെ അന്വേഷണം നടക്കുകയാണെങ്കിൽ നടക്കുകയാണല്ലോ ഇപ്പോൾ. അപ്പോൾ താങ്കൾക്ക് കൃത്യമായി ഈ വീഡിയോയെക്കുറിച്ചുള്ള തെളിവുകൾ നൽകാൻ കഴിയും. അത് ഉറച്ച ബോധ്യമുണ്ട്. ഉറച്ച ബോധ്യമുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ താങ്കൾ ശിക്ഷിക്കപ്പെടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ താങ്കൾ ശിക്ഷിക്കപ്പെടുകയുമില്ല. അല്ല, ഞാൻ പറയും എനിക്ക് നീതി കിട്ടുന്ന കാര്യം. ഞാൻ ശിക്ഷയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. എനിക്ക് നീതി കിട്ടണം. നീതി നിഷ്പക്ഷമായ അന്വേഷണം നടക്കണം. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. അന്വേഷണം നടക്കട്ടെന്ന്. ഞാൻ അന്വേഷണത്തെ ഭയപ്പെടുന്നില്ല.
ഈ എന്ത് വിധി ഇതിന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാനതിനെ നേരിടാൻ തയ്യാറാണ്. താങ്കൾ അത്തരത്തിലൊരു ആഹ്ലാദ പ്രകടനത്തിൻ്റെ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പുതിയ സംഘർഷങ്ങൾക്ക് വഴിവെക്കും എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആഭ്യന്തര വകുപ്പിന് അതേക്കുറിച്ച് അന്വേഷിക്കേണ്ടി വരും. അവിടെ ശാന്തിയും സമാധാനവും ഉണ്ടാകണമെന്ന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, സർക്കാരിൻ്റെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ സർക്കാർ ചെയ്യേണ്ടത് എന്താണ്? അവിടുത്തെ അന്തരീക്ഷം കലുഷിതമാക്കാൻ ശ്രമിക്കുന്നവർ ആരായിരുന്നാലും അവർക്കെതിരെ നടപടി സ്വീകരിക്കല്ലേ വേണ്ടത്? ഞാനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന സന്ദർഭത്തിൽ ആ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കല്ലേ വേണ്ടത്? ഞാനാണ് ഇവിടുത്തെ പരാതിക്കാരൻ, പക്ഷേ എന്നെ ഇവിടെ പ്രതിയാക്കി പരാതിക്കാരൻ വേറൊരാളാക്കി ഇപ്പോൾ കേസന്വേഷണം നടത്തുകയാണ്. അത് നടക്കട്ടെ. ഇന്നലെയാണെങ്കിൽ RSSൻ്റെ സമുന്നതനായ നേതാവ് വത്സൻ തില്ലങ്കരിയെ 4 ദിവസത്തിനകം കൊന്നുകളയും എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റിംഗാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങൊക്കെ എഴുതി നടപടി സ്വീകരിക്കണ്ടേ? അതിലൊന്നും യാതൊരു നടപടിയില്ല. ഒരു പ്രകടനത്തിൻ്റെ ഒരു ക്ലിപ്പിംഗ് ഇട്ടതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഞാനതിന് നേരിടാൻ തയ്യാറാണെന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം ഈ ബിജുവിൻ്റെ കൊലപാതകത്തിന് ശേഷം ശക്തമായ വിമർശനങ്ങളാണ് നിങ്ങളുടെ പാർട്ടി നേതാക്കൾ ഗവർണറെ സംബന്ധിച്ച് ഉന്നയിച്ചത്. രാജഗോപാൽ നിയമസഭയിൽ പറഞ്ഞു അത് യുവാക്കളുടെ ഒരു പ്രകടനം മാത്രമായി കണ്ടാൽ മതി എന്നാണ്. എന്താണ് പാർട്ടിയുടെ ഒരു നിലപാടക്കാർ? ഇതിനു മുമ്പും ധാരാളം കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ഈ കൊലപാതകങ്ങൾ നടക്കുന്ന സന്ദർഭത്തിൽ ഈ കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ നിരവധി പ്രാവശ്യം ഗവർണറെ കണ്ടിട്ടുള്ളതാണ്. ഗവർണറോട് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടാറുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ കേരള സർക്കാരിൽ നിന്നും നീതി ലഭിക്കുന്നില്ല, പോലീസിൽ നിന്നും കിട്ടുന്നില്ല, യാതൊരുവിധ സഹായവും കിട്ടുന്നില്ല. പോലീസ് വെറും മൂകസാക്ഷികളായിട്ട് നിൽക്കുകയാണ്, കൊലപാതകങ്ങൾ വർദ്ധിക്കുകയാണ്, അക്രമങ്ങൾ പെരുകുകയാണ്. ഈ അവസരത്തിൽ ഗവർണറുടെ അടുക്കൽ പല പ്രാവശ്യം പറഞ്ഞ് നിവേദനം കൊടുത്തിട്ട് നിൽക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധികളെന്നുള്ള നിലയ്ക്ക് ആ ഗവർണറോട് ഒരു അമർഷമുണ്ടാകുക, പ്രതിഷേധം ഉണ്ടാകുക സ്വാഭാവികമാണ്. അല്ലാതെ അദ്ദേഹം രാജിവെച്ച് പോകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അല്ലല്ല, ശോഭാ സുരേന്ദ്രൻ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് പിണറായിയെ പേടിയാണ് എങ്കിൽ ഇദ്ദേഹം രാജിവെച്ച് ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത് എന്നാണ്. അത് ഓരോരുത്തർക്കും സംസാരിക്കുന്ന തീവ്രത ഒരുപക്ഷെ ആ അമർഷത്തിൻ്റെയും അതിൻ്റെ പിന്നിലുള്ള ആ അമർഷവും പ്രതിഷേധവും രൂക്ഷമാകുമ്പോഴാണ്. ഇതിപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പേടിയാണെങ്കിൽ എന്നാണ് പറഞ്ഞത്. അതെ, എങ്കിൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. രാജിവെച്ച് എന്നും പറഞ്ഞു. അതെ, എങ്കിൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഗവർണർക്ക് വളരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വാസം. അത് സ്വീകരിക്കണം. കേരളത്തിൻ്റെ ചുമതലയുള്ള BJPയുടെ ദേശീയ നേതാവ് രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞത് ഗവർണറെ ഇത്തരത്തിൽ വിമർശിക്കാൻ പാടില്ല എന്നാണ്. അതിനെ തള്ളിപ്പറഞ്ഞതിന് ശേഷവും ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അല്ല, അദ്ദേഹം ആരും തള്ളി പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് പറയാവുന്ന പരിമിതികളിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഗവർണറോട് ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ്. ഗവർണർ ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ്. എന്താണ് ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് ഈ ഫെഡറൽ സംവിധാനത്തിൽ ഭരണഘടന, അതായത് സർക്കാരിനെതിരായിട്ട് ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിന് നൽകി ഇവിടെ ക്രമസമാധാന പ്രശ്നമുണ്ട് എന്ന് കരുതി ഈ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം ഗവർണർ നടത്തണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. ഗവർണർ ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കണം. എന്ത് നടപടി? അല്ല, അത് ഭരണഘടനാപരമായി അനുശാസിക്കുന്ന പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് സ്വീകരിക്കാൻ കഴിയും. അത് സ്വീകരിക്കണം. അല്ല, നിങ്ങളിത് ഒരു പ്രഷർ ചെലുത്തുകയാണ് ഗവർണറുടെ മേളിൽ. അതെ, ഗവർണറുടെ പ്രഷർ തന്നെയാണ്. ഒരു നിവേദനം കൊണ്ട് കൊടുക്കുക, ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്താനുള്ള ബാധ്യതയാണ്. കാരണം നീതി കിട്ടണം. താങ്കൾ പറഞ്ഞത് ശരിയാണ്. പലവട്ടം BJPയുടെ നിവേദക സംഘം പോയിട്ട് ഗവർണറെ കാണുകയും ഈ പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് BJPയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഭൂപേന്ദ്ര യാദവ്, മീനാക്ഷി ലേഖി MP ഒക്കെ ഗവർണറെ കണ്ട സമയത്ത് ഗവർണർ അങ്ങോട്ടേക്ക് ഒരു ലിസ്റ്റ് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് കണ്ണൂരിൽ പകരത്തിന് പകരമാണ് കൊലപാതകം നടക്കുന്നത് എന്നാണ്. അപ്പോൾ ഗവർണർ കാര്യങ്ങളെ ശരിയായി മനസ്സിലാക്കാത്തതുകൊണ്ടാണോ അതോ നിങ്ങൾ നിയോഗിച്ച ഗവർണർ നിങ്ങളോട് പ്രത്യേകതരം നീതി കാണിക്കണം എന്നതാണോ നിങ്ങളുടെ ആവശ്യം? പകരത്തിന് പകരമാണ് കൊലപാതകം ഗവർണർ സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഭരണഘടന അനുശാസിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾക്ക് വ്യത്യസ്തമായി ഒരു നടപടി സ്വീകരിക്കേണ്ട. ആ മാർഗനിർദ്ദേശങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ശക്തമായ നടപടി സ്വീകരിക്കാൻ കഴിയണം. കാരണം നീതി കിട്ടുക എന്നുള്ളതാണ് ആവശ്യം. ഞങ്ങൾ പിന്നെ വേറെ എങ്ങോട്ടേക്ക് പോകും? BJP ഇപ്പോൾ കേരള മുഖ്യമന്ത്രിയുടെ അടുക്കൽ പോയിട്ട് കാര്യമില്ല, മറ്റേ മന്ത്രിമാരുടെ അടുക്കൽ പോയിട്ട് കാര്യമില്ല, ചീഫ് സെക്രട്ടറിയുടെ അടുക്കൽ പോയിട്ട് കാര്യമില്ല. ആകെ ഇവിടെ അവലംബിക്കാവുന്നത് ഗവർണറാണ്. ആ ഗവർണർ അടുക്കൽ പോകാനല്ലേ പറ്റുള്ളൂ. അത് ഞങ്ങൾ പോകുന്നു, സമ്മർദ്ദം ചെലുത്തുന്നു, ശക്തിയായിട്ട് ആവശ്യപ്പെടുന്നു. ഈ ഫെബ്രുവരി 24-ാം തീയതിയാണ് സർവകക്ഷി സമ്മേളനം നടന്നത് അവിടെ കണ്ണൂരിൽ സമാധാനം ഉണ്ടാക്കാൻ. അതിനുശേഷം പിന്നീട് 3-4 കൊലപാതകങ്ങൾ അവിടെ നടന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കണ്ടാൽ മതി എന്നാണ് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഒരു പിടിപ്പുകളുണ്ടോ ഈ കാര്യത്തിൽ? നിയമസഭയിൽ കണ്ണൂർ കൊലപാതകം ഒറ്റപ്പെട്ടതാണെന്ന് മുഖ്യമന്ത്രിക്ക് എങ്ങനെ പറയാൻ പറ്റും? അവിടെ ഒരു എൻക്വയറി ടീമിനെ വെച്ചിട്ടുണ്ട്. അതിൽ DYSP ഉണ്ട്, സബ് ഇൻസ്പെക്ടറുണ്ട്, പലരുമുണ്ട്. ഒരു സ്വതന്ത്ര അന്വേഷണ ടീമാണ്. അവരന്വേഷിക്കട്ടെ. അന്വേഷിച്ചതിന് ശേഷം അതിൻ്റെ ഫലം എന്താ എന്നുള്ളതിനെപ്പറ്റി പറയാതെ മുഖ്യമന്ത്രിക്ക് ഇതെങ്ങനെ ഒറ്റപ്പെട്ടതാണെന്ന് പറയാൻ പറ്റും? ഒറ്റപ്പെട്ടതെന്നുള്ളത് മുഖ്യമന്ത്രി എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ അതിൻ്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അതിൻ്റെ പിന്നിൽ പണമുണ്ട്, അതിൻ്റെ പിന്നിൽ ആയുധ ശേഖരം നടന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കേൾക്കുന്നത് ഒരു പ്രതി നാട് വിട്ടു കഴിഞ്ഞിരിക്കുന്നു. എന്ത് ചെയ്യാനാ പോകുന്നത്? ഇതൊക്കെ ഒറ്റപ്പെട്ടാണെന്ന് പറഞ്ഞാൽ ലഘൂകരിക്കുകയാണോ വേണ്ടത്?
ഇതിനെ അങ്ങേയറ്റം ഒരു നിഷേധാത്മകമായ ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. കണ്ണൂരിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആവർത്തിക്കുന്നു എന്ന് പറയുന്ന ഒരു ക്രമസമാധാന പ്രശ്നമാണ്. ആ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ആളാണ് മുഖ്യമന്ത്രി, അദ്ദേഹമാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ സർക്കാരിനൊരു പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടുന്ന രീതിയിൽ അത്തരത്തിൽ കണ്ണൂരിൽ സംഭവങ്ങൾ ആവർത്തിക്കാൻ മുഖ്യമന്ത്രി വിടും എന്ന് പറയാൻ കഴിയില്ല. അപ്പം യഥാർത്ഥത്തിൽ എന്താണ് കണ്ണൂരിലെ പാർട്ടിയെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യം മുഖ്യമന്ത്രിക്ക് വന്ന് സംഭവിച്ചിട്ടുണ്ട്? അങ്ങനെ ആ ഒരു സ്ഥിതിയിലാണ് മുഖ്യമന്ത്രി എന്നൊരു വിലയിരുത്തലുണ്ടോ ബി ജെ പിക്ക്? മുഖ്യമന്ത്രി വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ജില്ലയിൽ ഇങ്ങനെയൊരു സംഭവം നടക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടു കൂടി തന്നെ അത് അദ്ദേഹത്തിൻ്റെയും കൂടി ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നടപടി സ്വീകരിക്കേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, തൻ്റെ സ്വന്തം ജില്ലയിൽ ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്, ഞാനല്ല. പക്ഷേ ഈ കൊലപാതകത്തിന് ശേഷം അക്രമം ഉണ്ടായി. അവിടുത്തെ ജനങ്ങൾക്ക് ആരിൽ നിന്നാണ് സംരക്ഷണം കിട്ടുക? ആ സംരക്ഷണം കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള മുഖ്യമന്ത്രി കൈമലർത്തിയാൽ എന്ത് ചെയ്യും? തങ്ങളുടെ അണികളെ നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല, അവർ സ്വതന്ത്രമായി അക്രമപ്രവർത്തനം നടത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് വേണ്ടത്. അവിടെയാണ് ഞങ്ങൾ പട്ടാളത്തെ ആശ്രയിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ പാരാമിലിറ്ററി ഫോഴ്സിനെ ആശ്രയിക്കാൻ ശ്രമിക്കുന്നത്. അല്ല, പക്ഷേ ഇത്തരം പാരാമിലിറ്ററി ഫോഴ്സസിനെ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള മറ്റ് സ്ഥലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അവിടേക്ക് ഇപ്പോൾ മണിപ്പൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സേനാ നിയമം കൊണ്ടുവരികയും ആ സേന പിന്നീട് അവിടുത്തെ ജനങ്ങൾക്ക് ദ്രോഹമായി മാറുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ പാരാമിലിറ്ററി ഫോഴ്സിനെ കൊണ്ടുവന്ന് കണ്ണൂരിൽ സമാധാനം സ്ഥാപിക്കാൻ കഴിയുന്നത്? അതിന് മുൻ ഉദാഹരണങ്ങളില്ല. പോലീസ് ആളുകളെ വെടിവെച്ചിട്ടുണ്ട്, ലോക്കപ്പ് മർദ്ദനങ്ങൾ നടത്തിയിട്ടുണ്ട്, മർദ്ദനത്തിലൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മുന്നിൽ പോലീസ് വേണ്ടെന്നാണ്. സൈന്യം അവിടെ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തർക്ക വിഷയമാണ്. മുഖ്യമന്ത്രി അങ്ങനെ ഒരു ഖണ്ഡിതമായൊരു അഭിപ്രായം അതേ സംബന്ധിച്ച് പറയാൻ പാടില്ലായിരുന്നു സൈന്യത്തെക്കുറിച്ച്. അതൊക്കെ ആരോപണങ്ങളാണ്. ഇതൊക്കെ അങ്ങനെ നടന്നു എന്ന് ഒരു മുഖ്യമന്ത്രി നിയമസഭയിൽ വെച്ച് പറയുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഖേദകരമാണ്. ഈ ചൂരക്കാട്ട് ബിജുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആരോപിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബിജുവിന് നേരത്തെ നൽകിയിരുന്ന പോലീസ് സംരക്ഷണം അത് എടുത്തു കളഞ്ഞു, അദ്ദേഹത്തിൻ്റെ ലൊക്കേഷൻ കൃത്യമായി കൊലപാതകങ്ങൾക്ക് അറിയാനുള്ള സാഹചര്യമുണ്ടായി. ഇതിനകത്തൊരു ഭരണ സംവിധാനത്തിൻ്റെ ദുരുപയോഗമുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ബിജു യാത്ര ചെയ്ത് എവിടെ എങ്ങനെ എന്നുള്ളതിനെപ്പറ്റി പോലീസിനോട് വ്യക്തമായിട്ട് അറിയാം. മാത്രമല്ല ബിജു ഈ കാര്യം മുൻകൂട്ടി അറിയാമായിരുന്നതുകൊണ്ട് തന്നെ ഏതവസരത്തിലും ആക്രമിക്കാൻ ഇടയുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് ബോധ്യമുണ്ടായിരുന്നതുകൊണ്ട് ബിജുവും വളരെ കരുതലോടുകൂടിയാണ് നടന്നത്. കാരണം നേരത്തെ പോകാമെന്ന് തീരുമാനിച്ച റോഡിലൂടെ ആയിരിക്കില്ല പോകുന്നത്, മാറ്റിയാണ്. അപ്പോൾ ആ ലൊക്കേഷനും പോകുന്ന വഴിയും എല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത് പോലീസിന് മാത്രമാണ്. അപ്പോൾ അത് കണ്ടുപിടിച്ച് വളരെ വ്യക്തമായി അത് ബോധ്യപ്പെട്ട് ആ ട്രാക്കിലൂടെ തന്നെ അക്രമി സംഘം വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇത് സംബന്ധിച്ചുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. യാതൊരു സംശയമില്ല. ഇതൊക്കെയാണ് അന്വേഷിക്കേണ്ടത്. ഇവിടെയാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമാണോ ഇല്ലയോ എന്നുള്ള പ്രശ്നം ഉദിക്കുന്നു. തിരുവനന്തപുരത്തെ നിങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത് ഇനിയിപ്പോൾ RSSനെയും BJPയും കൊന്നവരുടെ കൈയും തലയും അന്വേഷിച്ചുള്ള യാത്ര തുടങ്ങുമെന്നാണ്. അതൊരു പോർവിളിയായിരുന്നു. അതാണോ ഇനി പാർട്ടി പരിപാടി? ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത വരുന്ന സന്ദർഭത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അലമുറ എന്നുള്ളതിൽ കവിഞ്ഞ് അതിൻ്റെ അകത്ത് വേറെ അർത്ഥമൊന്നുമില്ല. അത് സംബന്ധിച്ചൊന്നും കേസൊന്നും നിലനിൽക്കാൻ പോകുന്നൊരു കാര്യമേ ഇല്ല. അദ്ദേഹം അങ്ങനെ കൊലവിളി നടത്തുകയും ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രസംഗം, നിരവധി P. ജയരാജൻ്റെ പ്രസംഗം, M. V. ജയരാജൻ്റെ പ്രസംഗം, എത്ര പ്രസംഗങ്ങളാണ് പ്രകോപനം സൃഷ്ടിക്കുന്ന പ്രസംഗങ്ങൾ. എന്ത് നടപടി സ്വീകരിച്ചു? അതിന്മേലൊന്നും കേസെടുത്തിട്ടില്ലല്ലോ. എൻ്റെ ഈ ധാരാളം വീഡിയോ ക്ലിപ്പിംഗ് ഉണ്ട് ഈ പ്രാസംഗികരുടെ എല്ലാം. വളരെ വളരെ പ്രകോപനപരമായ അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന എത്ര പ്രസംഗങ്ങളാണ്. ഒരു നടപടി സ്വീകരിച്ചിട്ടില്ലല്ലോ. മുമ്പേ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ്. നിരവധി ഫേസ്ബുക്ക് പോസ്റ്റിംഗ് ആഘോഷിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിംഗ് വരികയാണ്. അവർക്കെതിരെ ഒന്നും നടപടിയില്ല. ഇത് പക്ഷപാതപരമാണ്. നമ്മുടെ നാട്ടിൽ ക്രമസമാധാന പാലനം എന്ന് പറയുന്നത് കുറേ ആളുകൾക്ക് വേണ്ടി മാത്രം നീതി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പോലീസ് സംവിധാനമാണ്. അതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്.